എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയായി വ്ളോഗ് എടുക്കാൻ. അപ്പോൾ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞു, ഒന്ന് സുന്ദരിയായി. പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് വിരിച്ചിട്ടത്. അപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ ആ സ്റ്റാൻഡ് എടുത്ത് കാർപ്പോച്ചിലേക്ക് വെച്ച്, പെട്ടെന്ന് അങ്ങനെ മഴ പെയ്താലോ വെച്ചിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ സ്റ്റാൻഡൊക്കെ പുറത്തേക്കിട്ട്. അത്യാവശ്യം കുറേ തിരുമ്പാനുണ്ടാവും എന്നും. കാരണം 2 മക്കളും സ്കൂളിൽ ഇങ്ങനെ പോകുമ്പോൾ ഷൂവും സോക്സും ടൈയും ബെൽറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുകയാണേ. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് പിസ്ത, പിന്നെ 1/2 കപ്പ് പീനട്ട്സ്, പിന്നെ 1/2 കപ്പ് വാൾനട്ട്സ്, പിന്നെ 1/2 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/2 കപ്പ് ബദം, പിന്നെ താമരവിത്ത്, ലോട്ടസ് സീഡ്. അപ്പം അതും കൂടിയൊക്കെ ഇട്ടിട്ട് ഇത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ആദ്യം ലോട്ടസ് സീഡ് ഇട്ട് ഒന്ന് ചൂടാക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് വാൾനട്ട്സ് ഇട്ട് ഒന്ന് ചൂടാക്കി. അതായത് ഒന്നിനും കുറേ നേരം നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ചൂടാവും. അപ്പോൾ സെപ്പറേറ്റ് ആകുമ്പോൾ അത് നമുക്ക് നോക്കി നിന്നിട്ട് വേഗം വേഗം ചെയ്യും. അപ്പോൾ പിസ്ത ഇട്ടു. എന്താ വെച്ചാൽ ഇതിപ്പോൾ പിസ്തയായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ വീട്ടിലെല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. ബദമായിട്ട് അവർക്ക് കൊടുത്താൽ അവർ കഴിക്കില്ല, അതവിടെ ഇട്ട് പോവും. അപ്പോൾ അതിൽ നല്ല ഒരു ഐഡിയ ആണിത്. ഒട്ടാകെ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ പാലിൻ്റെ കൂടെയോ അല്ലാതെ ഒരു സ്കൂപ്പായിട്ടൊക്കെ കഴിച്ചാൽ ഒരു സ്പൂണിൽ ദിവസം കൊടുത്താലൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ പാലിൻ്റെ കൂടെയൊക്കെ കലക്കി കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിൽ അടിച്ചു. അപ്പോൾ അതിനൊരു ടേസ്റ്റിന് ഒരിത്തിരി മധുരത്തിന് വേണ്ടി ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിങ്ങനെ പൊടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കുറച്ച് മധുരം ഉണ്ടാവും. അപ്പം അത്യാവശ്യം അത് വെച്ച് നല്ല മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാലും കഴിക്കാം. അപ്പം ഇതൊക്കെ പൊടിച്ചു. ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നല്ല രസമുണ്ട്. അപ്പം ഇത് നമ്മൾ എയർ ടൈറ്റായ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുക. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, കാരണം എനിക്ക് പേടി അഥവാ പൂത്തു പോവോ. അപ്പോൾ അത് കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് അങ്ങനെ കേടായി പോകുമെന്ന് ഇതൊക്കെയാണ്. കുറേ ഒന്നും ഒരുമിച്ച് നിങ്ങൾ ഉണ്ടാക്കണ്ട, കുറച്ച് ഉണ്ടാക്കുക. കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാട്ടോ. അവർ സ്കൂളിട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു പഴമൊക്കെ കൂട്ടിയിട്ട് ഇതൊരു സ്പൂൺ വെച്ചോ അടിച്ചു കൊടുത്ത് മിക്സിയിലൊക്കെ അടിച്ചിട്ട് ഷേക്ക് മാതിരി കൊടുത്താലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ മക്കളൊക്കെ ഉള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വലിയവർക്കും കഴിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്